അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 7. എന്താണ്? ഗ്രാവിറ്റേഷൻ. ചാപ്റ്റർ നമ്പർ 7 ആണ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഗ്രാവിറ്റീനെ കുറിച്ചും കുറച്ച് ഗ്രാവിറ്റേഷണൽ ലോസ്, കെപ്ലർ ലോ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ലോ, പിന്നെ അതുപോലെ ഈ ഹൈറ്റിൻ്റെ ഡെറിവേഷൻ, ഡെപ്തിലുണ്ടാകുന്ന ഗ്രാവിറ്റിൻ്റെ ഡെറിവേഷൻ, ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി, ഇങ്ങനെ കുറച്ച് ടേംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഭാഗത്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് കെപ്ലറിൻ്റെ കുറച്ച് ലോകൾ. അതായത് നമ്മുടെ പ്ലാനറ്റ്സ് അതിനൊക്കെ ബേസ് ചെയ്തിട്ട് കെപ്ലർ എന്നുള്ള സയൻറ്റിസ്റ്റ് പ്രൊപ്പോസ് ചെയ്ത കുറച്ച് ലോസാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നോക്കാം. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറയും. ലോ ഓഫ് ഓർബിറ്റ് എന്താ പറയുന്നത്? ഓൾ പ്ലാനറ്റ്സ് മൂവ്സ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് ദ സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോസി ഓഫ് ദി എലിപ്സ്. അതായത് സപ്പോസ് ഇതൊരു എലിപ്സാണ്. ഇതിലെന്തുണ്ട്? ഇതിലൂടെ കുറേ പ്ലാനറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ. ഇവരുടെ സെൻറ്ററിൽ എന്താ ഉള്ളത്? ഇവരുടെ സെൻറ്ററിൽ ആരുണ്ട്? സണ്ണുണ്ട്. അതാണ് എന്ത് പറയുന്നത്? കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത്. ഓൾ പ്ലാനറ്റ്സ് മൂവ്സ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ബട്ട് സൺ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി സെൻറ്റർ. മനസ്സിലായില്ലേ? ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാം. ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ട്? പ്ലാനറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. അവരുടെ സെൻറ്ററിൽ എന്താണ്? സണ്ണും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതാണ് കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ അഥവാ ലോ ഓഫ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. എലിപ്റ്റിക്കൽ ഓർബിറ്റ്. സപ്പോസ് ഇവിടെയാണെന്ത്? ഇവിടെ എന്തുണ്ട്? സണ്ണുണ്ട്. സെൻറ്ററിൽ എന്തുണ്ട്? സണ്ണ് ഉണ്ട്. ഇതിനു ചുറ്റോറ് എന്ത് പാസ് ചെയ്യുന്നുണ്ട്? പ്ലാനറ്റ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. ഭൂമി ഒരു വട്ടം സണ്ണിനെ ചുറ്റാനെടുക്കുന്ന ടൈം അതാണെന്ത്? നമ്മുടെ 1 മന്ത് എന്നൊക്കെ പറയുന്നത്. സപ്പോസ് 1 മന്ത് കൊണ്ട് ഇതെന്ത് പാസ് ചെയ്യുന്നുണ്ട്? ഇവിടെയുള്ള പ്ലാനറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തുന്നുണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഭാഗത്ത് ഒരു ഏരിയ ഉണ്ടാവുന്നില്ലേ? ഈ 2 ലൈനിൻ്റെ ഇടയിൽ ഏരിയ ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്ത നോക്കുക. ഇനി ഇവിടെ ഒരു പ്ലാനറ്റ് ഉണ്ട്. ഒരു പ്ലാനറ്റല്ല, ഈ ഇവിടെ ഉണ്ടായിരുന്ന അതേ സെയിം പ്ലാനറ്റ് ഇവിടെ ഉണ്ട്. അത് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് എന്താണ്? 28 ഡേയ്സ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത സമയം എന്ന് പറയുന്നതും 28. ഈ സൈഡിൽ എന്തെടുത്തു? 28 ഡേയ്സ് എടുത്തു. അപ്പോൾ ഇവിടെ എന്തുണ്ട്? നമ്മൾ ഈ 2 ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഏരിയ ഉണ്ടാക്കുന്നുണ്ട്. ഈ A1 എന്നുള്ള സപ്പോസ് ഇവിടുത്തെ ഏരിയനെ നമ്മൾ എന്ത് വിളിച്ചു? A1 എന്ന് വിളിച്ചു. അതുപോലെ ഇവിടുത്തെ ഏരിയനെ നമ്മൾ A2 എന്ന് വിളിച്ചു. ഈ കേസിൽ എന്താവും? A1 ഈസ് ഈക്വൽ ടു A2 ആയിരിക്കും. അതായത് ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദ സൺ ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഏരിയാസ് ആണ് ഒരു പ്ലാനറ്റ് കവർ ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ലോ ഓഫ് ഏരിയയുടെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത് അതാണ്. ഈക്വൽ ഏരിയ ആയിരിക്കും ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുന്നത്. അതായത് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ചെറിയൊരു പോയിൻ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. പ്ലാനറ്റ് മൂവ് സ്ലോവർ വെൻ ദേ ആർ ഫാർദർ ഫ്രം ദ സൺ ആൻഡ് ദാൻ വെൻ ദേ ആർ നിയർ. അതായത് പ്ലാനറ്റ്സ് സണ്ണിന് നിയറസ്റ്റ് പോയിന്റിലാണെങ്കിൽ അവർ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. ഫാറസ്റ്റ് പോയിന്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഫാർത്തസ്റ്റ് പോയിന്റിലാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് സ്ലോവറായിട്ട് മൂവ് ചെയ്യും. പിന്നെ നമ്മുടെ ഈ ലോ ഓഫ് ഏരിയയുടെ ലോ ഓഫ് ഏരിയ ഈസ് എ കോൺസിക്വൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അതായത് ആംഗുലർ മൊമെൻറ്റം കാരണമാണ് ഈ ലോ ഓഫ് ഏരിയ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്.
അടുത്തത് കെപ്ലറിൻ്റെ മൂന്നാമത്തെ ലോ, അതായത് ലോ ഓഫ് പീരിയഡ് എന്ന് വിളിക്കും. എന്താ പറയുന്നത്? ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദി സെമി മേജർ ഓഫ് ദ ആക്സിസ് ഓഫ് ദി എലിപ്സ് ട്രേസ്ഡ് ഔട്ട് ബൈ ദ പ്ലാനറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് നമ്മൾ പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഇതാണ് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അതായത് ഇത് സണ്ണാണെന്ന് വിചാരിച്ചോളൂ. ഈ സണ്ണിന് ചുറ്റും ഈ പ്ലാനറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് വരാൻ വേണ്ട ടൈമാണ് എന്ത്? ടൈം പീരീഡ് എന്ന് പറഞ്ഞു. ടൈം പീരീഡ്. ഈ ടൈം പീരീഡ് എന്തായിരിക്കും? ഇവരുടെ ഈ മേജർ ആക്സിസ്, നമുക്കറിയാം ഒരു എലിപ്സിന് മേജർ ആക്സിസ് ഉണ്ടാവും, മൈനർ ആക്സിസ് ഉണ്ടാവും. ഇവരുടെ ഈ മേജർ ആക്സിസിൻ്റെ ക്യൂബിനോട് പ്രൊപ്പോർഷണലായിരിക്കും ടൈം പീരീഡ് എന്നത്. മേജർ ആക്സിസിൻ്റെ ക്യൂബിനോട് പ്രൊപ്പോർഷണലായിരിക്കും ടൈം പീരീഡ്. ഇതാണ് ലോ ഓഫ് പീരീഡ്സ് നമ്മളോട് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഈ ചാപ്റ്ററിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗം തന്നെയാണ് നമുക്ക് പറയാം. എന്താ പറയുന്നത്? എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവറി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദിയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് F is equal to gm1m2/r². അതായത് ഇവിടെ ഒരു ബോഡി ഉണ്ട്, ഇവിടെ ഒരു ബോഡി ഉണ്ട്. ഇതിൻ്റെ മാസ് m1, ഇതിൻ്റെ മാസ് m2. ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r. ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r എന്ന് വെച്ചു. അപ്പോൾ ഈ രണ്ട് ബോഡീസിൻ്റെ ഇടയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു product of their masses and inversely proportional to square of the distance between them. അതായത് F is equal to G into product of their mass എന്നല്ല പറയുന്നത് m1 m2 and inversely proportional to square of the distance between them. അപ്പോൾ square of the distance എന്ന് പറയുമ്പോൾ r². F is equal to G m1 m2/r² എന്ന് വരും. ഇതാണ് എന്ത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ വെക്റ്റർ ഫോം കാണാം. വെക്റ്റർ F is equal to gm1 m2 r² minus r is equal to minus gm1 m2/r². വെക്റ്റർ r ക്യാപ് എന്ന് കാണാം. നമ്മുടെ ജിയുടെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്നൊക്കെ വിളിക്കും. ജി എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ജിയെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കും. അതുപോലെ ജിയുടെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ 1 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ജി is equal to 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇത് പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്ത സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഹെൻറി കാവൻഡിഷ് ആണ്. ഈ ജിയുടെ വാല്യൂ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്തത്, എക്സ്പെരിമെൻ്റലിയാണ് ഡിറ്റർമൈൻ ചെയ്തത്.